നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് 2 ISL മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ISL ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ആദ്യ മത്സരം നേരിടാൻ പോകുന്നത് ബാംഗ്ലൂർ FC വേഴ്സസ് ഒഡീഷ FC മത്സരമാണ്. ഒഡീഷ FC പോയിൻ്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ്. എന്തായാലും ബാംഗ്ലൂർ FC വേഴ്സസ് ഒഡീഷ FC മത്സരം ആദ്യമേ തന്നെ 5:30 നടക്കും. അതിനുശേഷം ആരാധകർ കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരം രാത്രി 7:30 നടക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ 19ാമത്തെ മത്സരവും ജംഷഡ്പൂർ FCയുടെ 20ാമത്തെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കരുത്തരായ ബ്ലാസ്റ്റേഴ്സിനെ ജംഷഡ്പൂർ FC നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുമോ ഇല്ലയോ എന്നാണ് ആരാധകരുടെ ചോദ്യം. നമുക്കറിയാം, കുറച്ച് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് തുടർച്ച തോൽവി ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ എത്ര ഗോളിന് വിജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് 29 പോയിൻറ്റുമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു വിജയം അനിവാര്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് ആട്ടുകാലൂണ മത്സരത്തിന് ഇറങ്ങിയില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകൾ നോക്കാം. കുറേ ദിവസങ്ങളിലായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്, താൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ടീം വിടില്ല എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആരാധകർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മുൻപ് ISLൽ ഈസ്റ്റ് ബംഗാൾ FCക്ക് വേണ്ടിയെല്ലാം പന്ത് തട്ടിയിട്ടുള്ള വിദേശ താരമാണ് ബ്രൈറ്റ്. എന്തായാലും നൈജീരിയൻ സ്ട്രൈക്കറായ ബ്രൈറ്റ് മികച്ച പ്രകടനം തന്നെ പല മത്സരങ്ങളിലും കാഴ്ചവെച്ചിട്ടുണ്ട്. വീണ്ടും ബ്രൈറ്റ് എന്ന് പറയുന്ന വിദേശ താരത്തിനെ ടീമിലെത്തിക്കാൻ പോകുകയാണ്. ISLൽ ഈ സീസണിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത പഞ്ചാബ് FCയാണ് താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അടുത്ത സീസണിന് വേണ്ടിയുള്ള സൈനിങ്ങാണ് പഞ്ചാബ് FC ഇപ്പോഴേ നോട്ടം വെച്ചിരിക്കുന്നത്. വീഡിയോ ഇവിടെ ചേർത്ത് കൂടുതൽ ISL ഫുട്ബോളുകൾക്കായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.